ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എവിടെയും പോയിട്ടില്ല കേട്ടോ, ഇവിടെ തന്നെയുണ്ട്. ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ ഡിലേ ആകുന്നുണ്ട്. കുട്ടികൾ വീട്ടിലുള്ളപ്പം അവരുടെ കൂടെയാണല്ലോ ഫുൾ ടൈം. പിന്നെ അപ്പോൾ ഇന്നെന്താ അക്ഷയ് സെൻ്ററൊക്കെ കാണിക്കുന്നതെന്നല്ലേ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. അക്ഷയ സെൻറ്ററിൽ പോയിരിക്കുകയാണ് രാവിലെ തന്നെ. ഏകദേശം ഒരു 10-11 മണിയായപ്പോൾ അക്ഷയ സെൻറ്ററിൽ പോയി കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിൽ കൊണ്ടുവിട്ട് കേട്ടോ. രാജേഷിൻ്റെ വീട്ടിൽ കൊണ്ട് രാവിലെ വിട്ടിട്ട് ഞങ്ങൾ രാവിലെ നേരത്തെ അക്ഷയ സെൻറ്ററിൽ വന്നു. സത്യം പറഞ്ഞാൽ അക്ഷയ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ നല്ല പോസ്റ്റ് ആകുന്നൊരു സ്ഥലമാണല്ലേ. ഞങ്ങൾ വന്നത് നമ്മുടെ കണ്ണൻകുട്ടൻ്റെ പേര് റേഷൻ കാർഡിൽ ചേർക്കണമായിരുന്നു. പിന്നെ എൻ്റെ ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യിക്കണമായിരുന്നു. അത് പിന്നെ എനിക്ക് പാൻ കാർഡ് ഇല്ല, അപ്പോൾ അതിനൊക്കെ അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പോൾ ആധാർ കാർഡ് ആദ്യം സെറ്റാക്കിയാൽ നമുക്ക് പാൻ കാർഡൊക്കെ റെഡി ആകത്തുള്ളല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിനായിട്ട് ഇന്ന് അത്യാവശ്യമായിട്ട് അക്ഷയ സെൻറ്ററിൽ വരണമായിരുന്നു. ഇനിശേഷം ബാങ്കിലും പോകണം കേട്ടോ. അപ്പോൾ അതേ കിണർ, നമ്മൾ ഈ അക്ഷയ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കിണർ കേട്ടോ, നമ്മുടെ ഒരു ഉരുളിയുടെയൊക്കെ ഷേപ്പിൽ നല്ല രസമുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? ഇവിടെയും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ ബിസിയാണ്. ഞങ്ങൾക്ക് ആലപ്പുഴയ്ക്ക് പോകണം കുറച്ച് കാര്യങ്ങൾക്ക്. അപ്പോൾ ഏകദേശം ഇപ്പം അക്ഷയ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മണി 1:30-2 മണിയൊക്കെ ആയി കേട്ടോ. 1 മണി 1:30 ആയി കേട്ടോ. അപ്പം ഒരു വീട്ടിലൂണെന്നും പറഞ്ഞൊരിത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളന്ന് ചോറ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ. ഒരു കൊഴുവ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. നല്ല സാധാരണ ഇലയിൽ നല്ലൊരു ഊണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ തോരൻ, അച്ചാർ, സാമ്പാർ, അങ്ങനെ നല്ലൊരു ഊണൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല കൊഴുവ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ. പുളിശ്ശേരി ഉണ്ട്, സാമ്പാറുണ്ട്. അത്യാവശ്യം നല്ലൊരു ഊണ്. ഒരു എന്താ പറയുക, ഹട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്ക് 2 പേർക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഹട്ട് പോലെ ഇതിനകത്ത് ഷെഡിലിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട എന്തായാലും. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ചേർത്തലയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്, വീട്ടിലൂണെന്നും പറഞ്ഞാൽ. ചേർത്തലയിൽ എക്സറ ആ ഒരു ഭാഗത്ത്, എക്സറ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ഇതുപോലെ കുറേ വീട്ടിലൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ ആലപ്പുഴയ്ക്ക് പോവാണ് കേട്ടോ. ആലപ്പുഴയ്ക്ക് പോകുന്ന വഴി ബാങ്കിൽ കയറിയായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല വെയിലാണ്. നല്ല ഇപ്പം ഈ ചൂട് സമയത്ത് ഒരു 11 മണി തൊട്ട് ഏകദേശം ഒരു 5 മണി വരെയൊക്കെ നല്ല വെയിലാണ്. അപ്പം ഞങ്ങൾ പോകുന്ന സമയമെന്ന് പറഞ്ഞാൽ ഒരു 1 മണി 1:30 സമയമാണ് കേട്ടോ. നല്ല വെയിലാണ്. അപ്പം അത്യാവശ്യം ഒരു കാര്യത്തിന് എനിക്ക് വേണ്ടി ഒന്ന് ബാങ്കിൽ കയറണമായിരുന്നു കേട്ടോ. ബാങ്കിൽ കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബാങ്കിൽ ചെന്നപ്പോൾ അവർ ലഞ്ച് ടൈമാണ്, അവർക്ക് ആ സമയത്ത് പറ്റില്ല, 3 മണി കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പോയ കാര്യം ഡിസ്കസ് ചെയ്യണമെങ്കിൽ 3 മണി കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. ആലപ്പുഴ എൻ്റെ വീട്ടിൽ പോയി. പോകുന്ന വഴി ഒരു സോഡാ സർബത്തൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയത് ചക്ക. ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നതെല്ലാം ചക്ക ഇടാനല്ലേ. ചക്ക ഇടപ്പുണ്ട്. അപ്പം അച്ഛൻ വിളിച്ച് പറഞ്ഞു ചക്ക ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് അവിടെ കിടന്ന് ചീത്തയായി പോകും. അപ്പോൾ എനിക്ക് ഈ ചക്ക വീട്ടിൽ രാജേഷിൻ്റെ വീട്ടിലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചക്ക, കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിനായിട്ട് അവിടെ തേങ്ങയുണ്ട്. അച്ഛൻ കുറച്ച് തേങ്ങയൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പം വെളിച്ചെണ്ണ ഞാൻ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വീഡിയോസിലും എല്ലാം പറഞ്ഞായിരുന്നു അല്ലേ. തേങ്ങ ഇതുപോലെ ഉണക്കി എടുത്തിട്ട് അത് കടയിൽ കൊണ്ട് കൊടുക്കും. എണ്ണ ആട്ടിത്തരുന്ന കടയിൽ കൊണ്ട് കൊടുത്തിട്ട് അവിടുന്ന് നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടും കേട്ടോ. നല്ല വെളിച്ചെണ്ണയാണ്. നമ്മുടെ ആലപ്പുഴയിൽ തന്നെ കല്ലുപാലം എന്ന് പറയുന്നൊരു സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയാണ് ഈ മില്ല് കേട്ടോ. എണ്ണ നമുക്ക് ആട്ടിത്തരും. അപ്പോൾ അതിപ്പോൾ ആലപ്പുഴ നമ്മുടെ മുല്ലയ്ക്ക് ചെറുപ്പൊക്കെ നടക്കുന്ന സ്ഥലമില്ലേ, അതിൻ്റെ ആ ഒരു റോഡിലൂടെയാണ് കേട്ടോ പോകുന്നത്. എനിക്കെൻ്റെ കുഞ്ഞു നാൾ തൊട്ട് ഒരുപാട് ഇഷ്ടമുള്ളൊരു ടൗണാണ് കേട്ടോ നമ്മുടെ ആലപ്പുഴ ടൗണ്. അത്ര നല്ല രസമാണ് കാണാനായിട്ട്. നമ്മുടെ നാട്ടിലാകുമ്പോൾ നമ്മുടെ ആ ഒരു സിറ്റി അടിപൊളിയാണല്ലോ. കുറേ ചേച്ചിമാർ മുല്ലപ്പൂ ഒക്കെ ഏത് സമയവും കാണും കേട്ടോ. അവിടെ ഇങ്ങനെ മുല്ലപ്പൂവായിട്ട് കുറേ ചേച്ചിമാരിരിക്കും. പിന്നെ ഞാൻ കുറച്ച് സ്പൈസസ് മേടിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ കറക്റ്റ് വീഡിയോ എന്താ സംഭവിച്ചതെന്നറിയില്ല. ഇത് നമ്മുടെ ആലപ്പുഴയിൽ മുല്ലയ്ക്കൽ തന്നെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം ഇരിക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ സ്പൈസസ് വിൽക്കുന്ന കടയുണ്ട്. അവിടുന്ന് ഞാൻ 100 രൂപയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ
എനിക്ക് കിട്ടും കേട്ടോ. ആ ചേട്ടനുമായിട്ട് എനിക്ക് എന്നെ നല്ല പരിചയമാണ്. ഇപ്പം ഞാൻ എപ്പോൾ ചെന്നാലും ഞാൻ വാങ്ങിക്കുന്നതുകൊണ്ട് അറിയാം. പക്ഷെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അതെന്തോ എങ്ങോട്ടോ മാറിപ്പോയി കേട്ടോ. കൂടുതലും താഴ്ഭാഗമാണ് കാണുന്നത്. സ്പൈസസിൻ്റെ വീഡിയോ എടുത്തത് കാണുന്നില്ല എൻ്റെ ഫോണിൽ. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ആ വീഡിയോ ഒന്ന് എടുത്തു കേട്ടോ. അതിന് ശേഷം ഞങ്ങളൊരു കടയിൽ കയറി. നമ്മുടെ ഈ കോടതിയില്ലേ, ആലപ്പുഴ കോടതിയുടെ അവിടെ തന്നെ ഇങ്ങനെ 1+1 ഷവർമ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല തിരക്കുമാണ്. 1+1 ഷവർമ 100 രൂപ അങ്ങനെയാണ് കേട്ടോ. 2 ഷവർമയ്ക്ക് 100 രൂപ ലാഭമാണ്. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് കയറി കേട്ടോ. അപ്പോൾ രാഷ്ണൻ ഒരു കടിഞ്ചായ പറഞ്ഞു, ഞാനൊരു ചെറിയ കുപ്പി പെപ്സി പറഞ്ഞു. അങ്ങനെ ഷവർമ കഴിച്ചു. ഷവർമ അവിടെ എന്താ അവിടെ എടുക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കുക. കാരണം അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ആലപ്പുഴ കോടതിയുടെ ഓപ്പോസിറ്റാണ് കേട്ടോ. കോടതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. 1+1 ഷവർമ 100 എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. സന്ധ്യ കഴിയുമ്പോഴാണ് കേട്ടോ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു ഈവനിങ് ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങളെപ്പോൾ ആലപ്പുഴ പോയാലും അവിടെ ഇവിടെയൊന്നും കറങ്ങി നടക്കത്തില്ല. നേരെ ഇവിടെ പോയി രണ്ടുപേരുടെയും ആ ഒരു ഇതിനനുസരിച്ച് അതങ്ങ് കഴിച്ചേക്കും കേട്ടോ. ആ ഒരു നമുക്ക് വയറ് നിറയുന്ന രീതിയിൽ ക്വാണ്ടിറ്റി ഉള്ള ഒരു ഷവർമ തന്നെയാണിത്. ലാഭമാണ് കേട്ടോ നമുക്ക് എന്തായാലും. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വരുന്ന വഴി സബോള വിൽക്കുന്നത് കേട്ടോ. സബോള ഇങ്ങനെ 4 കിലോ 100, 5 കിലോ 100 അങ്ങനെ ഇങ്ങനെ. സബോള മാത്രമല്ല ഒരുപാട് വെജിറ്റബിൾസ് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് സബോളയൊക്കെ വാങ്ങിച്ചു. മെയിൻ ഐറ്റമാണ് നമ്മുടെ വീട്ടിലല്ലേ, അടുക്കളയിലെ മെയിൻ ഐറ്റം സബോളയാണ് പച്ചക്കറികളുടെ കൂട്ടത്തിൽ. അപ്പോൾ കുറച്ച് സബോളയൊക്കെ വാങ്ങിച്ചു കേട്ടോ. കുറേ ഐറ്റംസ് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത് എടുത്ത അന്ന് തന്നെ രാത്രിയിൽ തന്നെ ഞാനിത് വോയിസ് ഓവർ ചെയ്യുകയാണ്. നല്ല അത്യാവശ്യം നല്ല ടയേർഡാണ് കേട്ടോ. പകൽ ആ വെയിലത്ത് നല്ല വെയിലത്താണ് ആലപ്പുഴയ്ക്ക് പോയത്. അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്. ഏകദേശം വീട്ടിലെത്തിയപ്പോൾ 9 മണിയായി. അപ്പോൾ ഓട്ടിൻ്റെ തലേദിവസം ആയതുകൊണ്ട് ഫുള്ള് ഓണാണ്. എല്ലാം അവിടെ ഓട്ടിൻ്റെ ആ ഒരു ബാനർ തൂക്കലും അതിൻ്റെ ഓരോന്നും ഫ്ലാഗ് കെട്ടലും ആകെ ബഹളമാണ്. റോഡ് ഫുള്ള് നമ്മുടെ ഓട്ടാണ്, ഓട്ടിൻ്റെ. അപ്പോൾ ആ ദിവസത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ വോട്ടിൻ്റെ തലേദിവസത്തെ വീഡിയോ ആണ്. വ്യാഴാഴ്ച, വെള്ളിയാഴ്ചയാണല്ലോ നമുക്ക് വോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം റോഡ് ഫുള്ള് ബാനർ കെട്ടലും അതിൻ്റെ ഒരു തിരക്കാണ്. മൊത്തത്തിൽ ആ എലക്ഷൻ്റെ ഒരു തിരക്കും കാര്യങ്ങളാണ് എല്ലായിടവും. അപ്പോൾ അതേ വീട്ടിലെത്തി. ഇതാണ് കേട്ടോ എണ്ണ. എനിക്ക് അവിടെ വെച്ച് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 9 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ കുറച്ച് ചെടിയൊക്കെ അപ്പുറത്തുനിന്ന് അപ്പുറത്തുനിന്ന് വീടുകളിൽ നിന്നൊക്കെ പറിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാജേഷ് അങ്ങോട്ട് ഇടുകയാണ്. അതിനുശേഷം ഞങ്ങളിത് നേരെ കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടീനെയും വിളിക്കാനായിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി പെട്രോൾ അടിക്കണമായിരുന്നു. പെട്രോൾ അടിക്കാൻ നിന്നപ്പോഴാണ് ഞാൻ ആകാശത്തിലോട്ട് നോക്കിയപ്പം നല്ല ഭംഗിയായിട്ട് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ നിൽക്കുന്നത് കേട്ടോ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആകാശത്ത് ഇതുപോലെ ചന്ദ്രനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന കാണുമ്പോൾ. അതിൻ്റെ ഫോട്ടോ എടുക്കാതെ വിടത്തില്ല. ഇപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ ഇച്ചിരി ഇങ്ങനെ ആകാശം കാണാൻ ഇച്ചിരി പാടാണേ. നമ്മൾ പടിഞ്ഞോറോട്ട് ദിശയുള്ളൊരു വീടായതുകൊണ്ട് നമുക്ക് ആകാശം ക്ലിയറായിട്ട് കിട്ടത്തില്ല. നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നതിൻ്റെ വീഡിയോ എപ്പോഴും ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ ആകാശം കാണാനായിട്ട്. ഈ ചന്ദ്രനും നക്ഷത്രവും ഒക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ കാണാൻ രാത്രിയിൽ. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ നേരെ രാജേഷിൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയി കേട്ടോ. ഞങ്ങളെ കാണാത്തതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലായിരുന്നു രണ്ടുപേരും. അന്ന് അവിടെ ഫുൾ കളിയുമാണ് രണ്ടുപേരും. അങ്ങനെ അതൊക്കെ കുഞ്ഞുങ്ങൾ എന്തായാലും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ദേ നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ അവിടെ ഉദിച്ച് നിൽപ്പുണ്ട് കേട്ടോ ഇപ്പോഴും. അപ്പോൾ ഇനി ഞങ്ങൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബായ്.